ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് ആട്ടോ. വലിയ ഷോപ്പിംഗ് അല്ല, ഒരു ചെറിയൊരു ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഞാൻ തലയിൽ പാരഷൂട്ടിൻ്റെ എണ്ണയൊക്കെ തേച്ചിട്ടോ. അപ്പോൾ അനിയത്തി ഇതാ ബേക്കിൽ കൂടെ പോയി. അപ്പോൾ ഇതാ ചേച്ചി നല്ല ഒരുക്കത്തിലാട്ടോ. അനിയത്തി കുളിക്കാൻ പോവാണ്. അപ്പോൾ ഞാനും കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ കൃപമോൾ കുളിച്ചെല്ലാം ശരിയായിട്ടോ. ഇനി അവളുടെ മുടി കെട്ടണം, പിന്നെ അതാ മുഖമൊക്കെ റെഡിയാക്കണം. അതൊക്കെ റെഡിയാക്കി അവൾ എത്തിയിട്ടോ. അങ്ങനെ ഇതാ ഇനി അവൾക്ക് ഓരോരോ ഐഡിയകൾ തോന്നുന്നു. അവളെന്താ മിറ്റടിച്ച് വരാൻ വേണ്ടി പോവാണ്. എന്നും ഞങ്ങൾ മിറ്റൊക്കെ അടിച്ച് വരിക, എല്ലാവരും വൃത്തിയാക്കുന്ന കേട്ടോ. അപ്പോൾ അതാ വാഴയിലൊക്കെ തൂങ്ങിക്കിടന്നൊക്കെ വെട്ടി കളഞ്ഞു. അങ്ങനെ നമ്മളിതാ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കാടാമ്പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സൊക്കെ തിരഞ്ഞ് നിന്നാണ്. പക്ഷെ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടി. നമ്മൾ കിട്ടിയ ഓട്ടോയ്ക്ക് പോകുന്നു കേട്ടോ. നമുക്ക് വേഗം പോയിട്ട് വേഗം തിരിച്ചെത്തണം. അതിനാണ് നമ്മൾ ഇത്ര നേരത്തെ പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ പുത്തൻതാണി ബസ് തിരഞ്ഞ് നടന്നു. അങ്ങനെ അവസാനം നമുക്ക് ബസ് കിട്ടി കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട്, വലിയൊരു ഹോട്ടലാണ് സീതാറാം എന്ന് പറഞ്ഞാൽ. അവിടെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണുന്നു. അതൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇതാ ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് വീട്ടിലാണെങ്കിൽ തല്ലുകൂടലും ബസ്സിലാണെങ്കിൽ വല്ലാത്ത സ്നേഹമാട്ടോ. അതാണ് ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ പുത്തൻതാണി ടൗണിലെത്തി. ഇതാണ് പുത്തൻതാണി ടൗണും ബസ് സ്റ്റാൻഡും ഒക്കെ കേട്ടോ. അവിടെയൊക്കെ പണി നടക്കുകയാണ്. അപ്പോൾ ഇതാ റോഡൊക്കെ ആകെ ഇതായിട്ട് ഇരിക്കുകയാണ്, നടുവിലൊക്കെ ഇങ്ങനെ. അങ്ങനെ ഞങ്ങൾ സ്നാക്സൊക്കെ മേടിച്ചു. രാവിലെ ഒന്നും കഴിച്ചില്ല. ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് പഠിച്ച സ്കൂള്. പെട്ടെന്ന് വണ്ടി വേഗം പോകണോണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അച്ഛൻ വളാഞ്ചേരിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു തിരൂരിനുള്ള ബസ്സിന്. അപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറി പോകണേ. ആ വഴി കണ്ടില്ലേ ഫ്രണ്ട്സ്, അതാണ് നമ്മൾ ആദ്യം താമസിച്ച വീട്ടിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ തിരൂരെത്തി. ഇതാണ് തിരൂർ ബസ് സ്റ്റാൻഡ് കേട്ടോ. ആൻമേരിക്കും റിയയ്ക്കും ഞങ്ങളുടെ 3 പേരുടെയും ഏത് ഷോപ്പിൽ കയറണമെന്ന് കൺഫ്യൂഷൻ അടിച്ച് ഞങ്ങൾ നടക്കുക കേട്ടോ ഫ്രണ്ട്സ്. എന്നിട്ട് അവസാനം ഈ കടയിൽ കയറി. അപ്പോൾ അനിയത്തി ഓരോ ഉടുപ്പൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ കൃപമോളുടെ ഓരോരോ ലീലാവിലാസങ്ങൾ. ഈ കണ്ണാടി കിട്ടി അതിന് മുമ്പിൽ ചെന്നിരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുക തന്നെ പണി കേട്ടോ. ഇതാ കുറേ ടോപ്പുകളും ജീൻസുകളൊക്കെ കാണും. പക്ഷേ ഞങ്ങൾക്കുള്ള 2 പേർക്കും ജീൻസ് എത്തില്ല. കാത്തുമ്പിക്ക് എടുത്തു, ഞങ്ങളുടെ പാകത്തിനുള്ളത് അവിടെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ബനിയനൊക്കെ എടുത്തതാ നമ്മൾ നേരെ ഇതാ കാത്തുമ്പിയുടെ ഡ്രസ്സ് തപ്പാൻ വേണ്ടി പോവാണ്. ബനിയൻ കേട്ടോ. അവൾക്ക് അവിടെ ബനിയനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇത്ര വലിപ്പമല്ലേ ഉള്ളൂ. പിന്നെ അവൾക്ക് പറ്റണ വലിപ്പമൊക്കെ വേണ്ടേ. ജീൻസ് ഞങ്ങളുടെ ബനിയൻ എടുത്ത സ്ഥലത്ത് നിന്ന് ജീൻസ് തപ്പി. പിന്നെ അവളെ ബനിയനുകളാണ് ഈ തപ്പുന്നത്. പിന്നെ കൃപമോൾ ഇതാ ഒരു ഡ്രസ്സ് കാണിക്കുക. ഗൈസ് ആ ഡ്രസ്സ് കാണുന്ന രസമുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് നല്ല മഴയാണ്. പിന്നെ ഇതാ നമ്മൾ മിടി തപ്പണം. ആ കിടക്കണതൊക്കെ മിടികളാണ്. അപ്പോൾ അതൊക്കെ തപ്പുകയാണ്. മിടിയൊക്കെ എടുത്തു. പിന്നെ അടുത്ത ലീലാവിലാസങ്ങൾ എന്താ ഫ്രണ്ട്സ് ചെയ്യാം. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബില്ലടച്ചു. അപ്പം ഞാൻ അച്ഛൻ്റെ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അനിയത്തി കാത്തുമ്പി എല്ലാ സാധനവും എടുത്ത് കാണിക്കാം കേട്ടോ. അവസാനം അമ്മയ്ക്ക് സാരിക്ക് ബ്ലൗസ് പീസ് എടുക്കണമായിരുന്നു. അപ്പം ഞങ്ങളിതാ അങ്ങനെ ഷോപ്പിൽ കയറി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കൃപയും കാത്തുവാണെങ്കിൽ സ്നാക്സും തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ജീൻസ് കൂടി തപ്പണമായിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് പാകമുള്ളത് കിട്ടിയില്ല. പിന്നെ അച്ഛൻ വളാഞ്ചേരിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരിക കേട്ടോ ചെയ്തത്. അപ്പോൾ അവിടെ ഓരോരോ കളികളാണ്. അവസാനം ഞങ്ങളിതാ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറി ഒരു ചിക്കൻ പപ്സ് കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.